ഹലോ ഫ്രണ്ട്സ്, PSC കോഡ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്കിൽ നിന്നും നമ്മൾ ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷനും കൂടി പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ ഓരോ പോയിൻറ്റും ഓരോ റൂളും പറഞ്ഞു പോകുന്ന ഓരോ ക്വസ്റ്റ്യൻ്റെയും റൂള് നിങ്ങൾ എഴുതിയെടുക്കാൻ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഓരോ ക്വസ്റ്റ്യനായിട്ട് നോക്കാം. ആദ്യത്തെ ചോദ്യം, യു തിങ്ക് യു ആർ ബ്രില്യൻറ്റ് ഡാഷ്. ക്വസ്റ്റ്യൻ ടാഗ് അല്ലേ, ക്വസ്റ്റ്യൻ ടാഗ് എന്ന ടോപ്പിക്കിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. യു തിങ്ക് യു ആർ ബ്രില്യൻറ്റ്. ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് ഏത് വരും? ഓപ്ഷൻസ് ആറിൻ്റ് യു, ഡോണ്ട് യു, ഡിഡിൻറ്റ് യു, ഡു യു. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നോക്കണം. ഇപ്പോൾ ഇവിടെ വായിക്കുമ്പം യു തിങ്ക് യു ആർ ബ്രില്യൻറ്റ്. അപ്പോൾ ഇത് പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ സെൻറ്റൻസ് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ടാഗ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ആകുമ്പം നമുക്ക് ഓപ്ഷൻ ഡി ക്യാൻസൽ ചെയ്യാം. പിന്നെ ഉള്ളത് 3 എണ്ണമാണ്. അപ്പം ഇനി അടുത്ത് നോക്കേണ്ടത് ഓക്സിലറി വെർബ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഓക്സിലറി വെർബ് ഇല്ല, മെയിൻ വെർബാണ് ഉള്ളത്. മെയിൻ വെർബ് തിങ്ക് എന്ന് പറയുന്നത് മെയിൻ വെർബാണല്ലേ. തിങ്ക് എന്ന് പറയുന്നത് മെയിൻ വെർബാണ്. അപ്പം തിങ്കിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. ഡു പ്ലസ് തിങ്കാണ് തിങ്ക് അല്ലേ. ഡു പ്ലസ് തിങ്ക്. പിന്നെ തിങ്സ് എന്ന് വന്നിരുന്നെങ്കിൽ ഡസ് പ്ലസ് തിങ്ക് എന്ന് വന്നതിനാണ്. ഓക്കെ, അപ്പോൾ ഡു പ്ലസ് തിങ്കാണ് തിങ്ക് എന്ന് പറയുന്നത്. അപ്പം ഡു അല്ലേ നമുക്ക് കിട്ടിയ അവിടെ നിന്ന് വെർബ് കിട്ടിയ ഡു പ്ലസ് നമ്മൾ നെഗറ്റീവ് ടാഗ് ചേർക്കണം. അപ്പോൾ നോട്ട്, ഡു പ്ലസ് നോട്ട് പ്ലസ് അതുപോലെ പ്രോനൗൺ യു. അപ്പോൾ എന്ത് വരും? ഡോണ്ട് യു ആണ് ആൻസർ അല്ലേ. ഡോണ്ട് യു ആണ് ആൻസർ. ഓപ്ഷൻ ബി ഡോണ്ട് യു. ഇപ്പം മനസ്സിലായെന്ന് കരുതുന്നു. സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെ ആകുമ്പോൾ ഇവിടെ ആദ്യത്തെ 3 ഓപ്ഷനാണ് വരാൻ സാധ്യതയുള്ളത്. അതിലിപ്പം നമ്മൾ ഓക്സിലറി വെർബ് ഇവിടെ ഇല്ല. അപ്പോൾ തിങ്കിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. ഡു പ്ലസ് തിങ്കാണ് തിങ്ക്. അപ്പോൾ ഡൂവിൻ്റെ കൂടെ നോട്ട് ചേർത്ത് പ്രോനൗണും കൂടെ ചേർക്കണം. അപ്പം ഡോണ്ട്, ഡു പ്ലസ് നോട്ട് ഡോണ്ട്, പ്രോനൗണ് യു ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൈ അങ്കിൾസ് കാർ ഈസ് മച്ച് ഡാഷ് ദാൻ മൈ ഫാദേഴ്സ്. മൈ അങ്കിൾസ് കാർ ഈസ് മച്ച് ഡാഷ് ദാൻ മൈ ഫാദേഴ്സ്. അപ്പോൾ ഇവിടെ മീനിങ് നോക്കുക. എൻ്റെ അങ്കിളിൻ്റെ കാറ് എൻ്റെ അച്ഛൻ്റെ കാറിനേക്കാളും ഫാസ്റ്റാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ കമ്പാരിസൺ ആണല്ലേ, അവിടെ കമ്പാരിസൺ ആണ് നടക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്? കമ്പാരിറ്റീവ് ഡിഗ്രി അല്ലേ. ഓപ്ഷൻ സി ആണ് ആൻസർ, ഫാസ്റ്റർ. നമുക്കറിയാം ഇവിടെ ദാനും കൂടെ തന്നിട്ടുണ്ട് അല്ലേ. ദാൻ ക്വസ്റ്റ്യനിൽ തന്നെ മൈ അങ്കിൾസ് കാർ ഈസ് മച്ച് ഡാഷ് ദാൻ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം കമ്പാരിറ്റീവ് ഡിഗ്രി ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ മാത്രമല്ല ഇവിടെ അർത്ഥം നമ്മൾ നോക്കുമ്പോഴും കമ്പയർ ചെയ്യുകയാണ്. എൻ്റെ അങ്കിളിൻ്റെ കാറ് എൻ്റെ അച്ഛൻ്റെ കാറിനേക്കാളും ഫാസ്റ്റാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു കമ്പാരിസൺ ആണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ സി ഫാസ്റ്റർ ആണ് ആൻസർ. മൈ അങ്കിൾസ് കാർ ഈസ് മച്ച് ഫാസ്റ്റർ ദാൻ മൈ ഫാദേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. മുമ്പ് ചോദിച്ചിട്ടുള്ള ഏത് എക്സാമിൻ്റെ എന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പം മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിൽ നിന്നെടുത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നെടുത്ത ചോദ്യങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഐ വുഡ് ഹാവ് സെൻഡ് ഹർ ആൻ ഇൻവിറ്റേഷൻ ഇഫ് ഐ ഡാഷ്. ഇഫ് ക്ലോസ് അല്ലേ, ഇഫ് ക്ലോസിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഐ വുഡ് ഹാവ് സെൻഡ് ഹർ ആൻ ഇൻവിറ്റേഷൻ ഇഫ് ഐ ഡാഷ്. അപ്പോൾ നമുക്കറിയാം ഇഫ് ക്ലോസിൽ വി കൊണ്ട് വന്നു കഴിഞ്ഞാൽ മെയിൻ ക്ലോസിൽ എന്ത് വരും? വിൽ പ്ലസ് വി ഒന്ന് വരും അല്ലേ. വിൽ പ്ലസ് വി ഒന്ന് വരും. ഇവിടെ നോക്കുക, ഇവിടെ ഫസ്റ്റ് തന്നിരിക്കുന്ന സെൻറ്റൻസ് ആണ് മെയിൻ ക്ലോസ് എന്ന് പറയുന്നത്. അതായത് ഐ വുഡ് ഹാവ് സെൻഡ് ഹർ ആൻ ഇൻവിറ്റേഷൻ. ആ സെൻറ്റൻസ് ആണ് കംപ്ലീറ്റ് ആയിട്ടൊരു അർത്ഥം തരുന്നത്. അപ്പോൾ അതാണ് ഇവിടുത്തെ മെയിൻ ക്ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് V3 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ് അഥവാ ഇഫ് വെച്ചിട്ടുള്ള സെൻറ്റൻസ് അതിൽ എന്ത് വരും? മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് V3 വന്നു കഴിഞ്ഞാൽ സബോർഡിനേറ്റ് ക്ലോസിൽ എന്ത് വരും? ഹാഡ് പ്ലസ് V3 വരുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഹാഡ് പ്ലസ് V3. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻസിൽ ഏതാ അങ്ങനെയുള്ളത്? ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി ആണ് അങ്ങനെ ഉള്ളത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ, ഹാഡ് പ്ലസ് V3. ഹാഡ് ഫൗണ്ട് ഹർ അഡ്രസ്സ്. അപ്പോൾ ശ്രദ്ധിക്കുക, മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് V3 വന്നു കഴിഞ്ഞാൽ സബോർഡിനേറ്റ് ക്ലോസിൽ എന്ത് വരണം? ഹാഡ് പ്ലസ് V3 വരണം.
അങ്ങനെയുള്ളത് ഇവിടെ ഏതാണുള്ളത് ഓപ്ഷൻസിൽ? ഓപ്ഷൻ ബി ആണല്ലേ. ഹാഡ് ഫൗണ്ട്, ഹാഡ് V3 വരണം. ഹാഡ് ഫൗണ്ട് ഹർ അഡ്രസ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. എ സഡൻ ഫിയർ ഗ്രിപ്ഡ് മീ ദാറ്റ് എ തീഫ് ഡാഷ് ദ ഹൗസ്. എ സഡൻ ഫിയർ ഗ്രിപ്ഡ് മീ ദാറ്റ് എ തീഫ് ഡാഷ് ദ ഹൗസ്. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് അല്ലേ. നമുക്ക് സെൻറ്റൻസ് വായിച്ചപ്പോൾ മനസ്സിലായി. എ സഡൻ ഫിയർ ഗ്രിപ്ഡ് മീ ദാറ്റ് എ തീഫ് ഡാഷ് ദ ഹൗസ്. അതായത് കള്ളൻ വീട്ടിൽ കയറി അല്ലേ. കള്ളൻ വീട്ടിൽ കയറിയതിന് ശേഷം കള്ളനെ കാണുന്നു, പേടിക്കുന്നു അല്ലേ. എ സഡൻ ഫിയർ ഗ്രിപ്ഡ് മീ ദാറ്റ് എ തീഫ് എൻ്റർഡ് ദ ഹൗസ്. അപ്പം വീട്ടിൽ കള്ളൻ കയറി, അപ്പോൾ കള്ളനെ കണ്ട് പേടിച്ചു. അതാണ് സംഭവം പറയുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഫസ്റ്റ് ആദ്യം നടക്കുന്നതാണ് കള്ളൻ വീട്ടിൽ കയറുന്നത്. രണ്ടാമത് കള്ളനെ കണ്ട് പേടിക്കുന്നു. അപ്പം ഇങ്ങനെ ഒരു സെൻറ്റൻസിൽ രണ്ട് പാസ്റ്റ് ഫോമിൽ തന്നിരുന്നു കഴിഞ്ഞാൽ, പാസ്റ്റിൽ നടന്ന രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, ആദ്യം നടന്ന സെൻറ്റൻസ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിലും, രണ്ടാമത് നടക്കുന്ന കാര്യം, ആദ്യം നടക്കുന്ന സംഭവം നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിലും, രണ്ടാമത് നടക്കുന്ന സംഭവം നമ്മൾ സിമ്പിൾ പാസ്റ്റിലുമാണ് എഴുതുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി ആദ്യം നടന്നത് എന്താണ്? കള്ളൻ വീട്ടിൽ കയറിയതാണ്. അപ്പോൾ അവിടെ എന്താണ് നമ്മൾ എഴുതേണ്ടത്? പാസ്റ്റ് പെർഫെക്റ്റിലാണ് വേണം എഴുതാൻ. പാസ്റ്റ് പെർഫെക്റ്റ്. രണ്ടാമത് നടന്ന കാര്യമാണ് കള്ളനെ കണ്ട് പേടിച്ചത്. അപ്പോൾ അതിനെ നമ്മൾ സിമ്പിൾ പാസ്റ്റിൽ എഴുതണം. അപ്പോൾ ഇവിടെ നമ്മൾ സിമ്പിൾ പാസ്റ്റിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. രണ്ടാമത് നടന്ന സംഭവം സിമ്പിൾ പാസ്റ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ആദ്യം നടന്നതാണ് കള്ളൻ വീട്ടിൽ കയറിയതാണ് ആദ്യം നടന്ന സംഭവം. അതിനുശേഷമാണ് കണ്ട് പേടിക്കുന്നത്. അപ്പം ആദ്യം നടന്ന സംഭവം പാസ്റ്റ് പെർഫെക്റ്റിൽ എഴുതണം, രണ്ടാമത് നടന്ന സംഭവം സിമ്പിൾ പാസ്റ്റിൽ എഴുതണം. അപ്പോൾ ഇവിടെ ഗ്രിപ്ഡ് മീ, എ സഡൻ ഫിയർ ഗ്രിപ്ഡ് മീ, അത് രണ്ടാമത് നടന്ന സംഭവമാണ്. അത് സിമ്പിൾ പാസ്റ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നടന്ന സംഭവം ഏത് സെൻറ്റൻസിൽ എഴുതേണ്ടത്? പാസ്റ്റ് പെർഫെക്റ്റിലാണ്. അങ്ങനെ ആകുമ്പോൾ ഏതാ പാസ്റ്റ് പെർഫെക്റ്റിൽ ഇവിടെ തന്നിരിക്കുന്നത്? ഹാഡ് എൻഡേഡ് ആണല്ലേ. ഓപ്ഷൻ സി ആണ് ആൻസർ. ഹാഡ് എൻഡേഡ്. എ സഡൻ ഫിയർ ഗ്രിപ്ഡ് മീ ദാറ്റ് എ തീഫ് ഹാഡ് എൻഡേഡ് ദ ഹൗസ്. കേട്ടോ, എ സഡൻ ഫിയർ ഗ്രിപ്ഡ് മീ ദാറ്റ് എ തീഫ് ഹാഡ് എൻറ്റേർഡ് ദ ഹൗസ്. അടുത്ത ചോദ്യം നോക്കാം. ചിൽഡ്രൻ ഓഫ് മൈ ഏജ് ഡാഷ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ കോമ്പറ്റീഷൻ. ചിൽഡ്രൻ ഓഫ് മൈ ഏജ് ഡാഷ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ കോമ്പറ്റീഷൻ. ഓപ്ഷൻ സി ഈസ്, ഹാവ്, വില്ല്, ആറ്. അപ്പോൾ നമുക്കറിയാം ചിൽഡ്രൻ ഓഫ് മൈ ഏജ്. ഇപ്പം അവിടെ പ്ലൂറലാണല്ലേ. പ്ലൂറലിൽ ഇവിടെ ഓപ്ഷൻസിൽ തന്നിരിക്കുന്നത് ഏതൊക്കെയാണ്? ഓപ്ഷൻ ബിയും ഡിയും ആണ്, ഹാവും ആറും. പിന്നെ അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പാർട്ടിസിപ്പേറ്റിംഗ് എന്നാണ് തന്നിരിക്കുന്നത്. അതിനുശേഷം വന്നിരിക്കുന്ന വെർബ് എന്ന് പറയുന്നത് ING ഫോമിലെ വെർബാണ്. അപ്പോൾ നമ്മൾ ഏത് യൂസ് ചെയ്യും? ആറാണ് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഹാവ് യൂസ് ചെയ്യത്തില്ല. ഓക്കെ. അപ്പോൾ ചിൽഡ്രൻ ഓഫ് മൈ ഏജ് അവിടെ പ്ലൂറലാണെന്ന് മനസ്സിലായി. ഹാവ് അല്ലെങ്കിൽ ആറാണ്. ഓപ്ഷൻസിൽ നിന്ന് ഹാവ് അല്ലെങ്കിൽ ആറാണ് വരാൻ സാധ്യതയുള്ളത്. അടുത്ത നമ്മൾ വെർബ്, അത് കഴിഞ്ഞിട്ട് വരുന്ന വെർബ് നോക്കുന്നു. വെർബ് ING ഫോമിലെ വെർബാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത് ആറാണ്. ഓക്കെ. ഹാവിൻ്റെ കൂടെ യൂസ് ചെയ്യത്തില്ല. ആറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം. ഐ കാണ്ട് യൂസ് മൈ കമ്പ്യൂട്ടർ, എ ന്യൂ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡാഷ് ഓൺ ഇറ്റ്. ഐ കാണ്ട് യൂസ് മൈ കമ്പ്യൂട്ടർ, എ ന്യൂ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡാഷ് ഓൺ ഇറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി ഐ കാണ്ട് യൂസ് മൈ കമ്പ്യൂട്ടർ. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് അല്ലേ, പ്രസൻറ്റിലാണ് തന്നിരിക്കുന്നത്. ഐ കാണ്ട് യൂസ് മൈ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് പ്രസൻറ്റിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പുറത്ത് എന്ത് വരണം? പ്രസൻറ്റ് വരണം. അപ്പോൾ നമ്മൾ പാസ്റ്റിലുള്ളതൊക്കെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. ഇപ്പോൾ പാസ്റ്റിലുള്ളത് ഓപ്ഷൻ സി പാസ്റ്റാണ്, അതുപോലെ ഓപ്ഷൻ എയും പാസ്റ്റാണ്. അത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാം. പിന്നീടുള്ളത് ഓപ്ഷൻ ഡി, നൺ ഓഫ് ദ എബോവും, ഓപ്ഷൻ ബി ഈസ് ബീയിങ് ഇൻസ്റ്റാൾഡ്. അപ്പോൾ നമ്മൾ അടുത്ത് നോക്കുക, എ ന്യൂ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡാഷ് ഓൺ ഇറ്റ് അല്ലേ, ഡാഷ് ഓൺ ഇറ്റ്. അപ്പോൾ അവിടെ എന്താ വരുന്നത്? അപ്പോൾ നമുക്ക് ആ സെൻറ്റൻസ് മനസ്സിലായി. പാസീവ് വോയിസിലാണ് ഈ സെൻറ്റൻസ് തന്നിരിക്കുന്നത് അല്ലേ. എ ന്യൂ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡാഷ് ഓൺ ഇറ്റ്. പാസീവ് വോയിസ് ആണ് അല്ലേ, പാസീവ് വോയിസ് ആണ്. അപ്പോൾ പാസീവ് വോയിസ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? ഈസ് ബീയിങ് ഇൻസ്റ്റാൾഡ് അല്ലേ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഈസ് ബീയിങ് ഇൻസ്റ്റാൾഡ്. എ ന്യൂ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ബീയിങ് ഇൻസ്റ്റാൾഡ് ഓൺ ഇറ്റ്. അപ്പോൾ പാസീവ് വോയിസ് ആണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈസ് ബീയിങ് ഇൻസ്റ്റാൾഡ് ആണ് ആൻസർ. ഓക്കെ. പിന്നെ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ് ഓഫ് ദോസ് ഗിവൺ ബിലോ. അപ്പോൾ ഈ കറക്റ്റ്
സ്പെല്ലിംഗ് കണ്ടെത്തണം. മാന്യുവറിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ. ഓപ്ഷൻ എ ആണ് ആൻസർ. MANEUVER, മാന്യുവർ. MANEUVER. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളൊരു വേർഡാണ് കേട്ടോ, ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഒരുപാട് തവണ എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ളൊരു വേർഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സിയാൻ ഡിഡിൻറ്റ് ഗെറ്റ് ഡാഷ് സ്ലീപ്പ് ലാസ്റ്റ് നൈറ്റ്. സിയാൻ ഡിഡിൻറ്റ് ഗെറ്റ് ഡാഷ് സ്ലീപ്പ് ലാസ്റ്റ് നൈറ്റ്. ഏതായിരിക്കും ആൻസർ? അപ്പോൾ നമുക്കിവിടുന്ന് നമുക്കറിയാം മോർ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിൻ്റെ കൂടെയാണ്? കമ്പാരിറ്റീവ് ഡിഗ്രിയുടെ കൂടെയാണ് അല്ലേ. മോർ കമ്പാരിറ്റീവ് ഡിഗ്രി, അതുപോലെ മോസ്റ്റ് സൂപ്പർലേറ്റീവ് ഡിഗ്രിയുടെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നീട് മെനി, മോർ കമ്പാരിറ്റീവ് ഡിഗ്രി കേട്ടോ. മോർ കമ്പാരിറ്റീവ് ഡിഗ്രി, അതുപോലെ മോർ കമ്പാരിറ്റീവ് ഡിഗ്രിയിലൂടെയാണ് യൂസ് ചെയ്യുന്നത്. മോസ്റ്റ് സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലൂടെയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ മെനി യൂസ് ചെയ്യുന്നത് കൗണ്ടബിൾ നൗണിലൂടെയാണ് കേട്ടോ. നോട്ട് ചെയ്തേക്കണം. മെനി യൂസ് ചെയ്യുന്നത് കൗണ്ടബിൾ നൗണിലൂടെയാണ്. അതുപോലെ മച്ച് യൂസ് ചെയ്യുന്നത് അൺകൗണ്ടബിൾ നൗണിലൂടെയാണ്. ഓക്കെ, ഇപ്പോൾ മെനി എന്ന് പറയുന്നത് കൗണ്ടബിൾ നൗൺ, അതായത് എണ്ണാൻ കഴിയുന്നത്. മെനി എന്ന് പറയുന്നത് കൗണ്ടബിൾ നൗണിലൂടെ യൂസ് ചെയ്യും. മച്ച് അൺകൗണ്ടബിൾ നൗണിലൂടെ യൂസ് ചെയ്യും. മോർ കമ്പാരിറ്റീവ് ഡിഗ്രിയിലൂടെ യൂസ് ചെയ്യും. മോസ്റ്റ് സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലൂടെ യൂസ് ചെയ്യും. അപ്പം നമുക്കിവിടെ നമ്മൾ നോക്കേണ്ടത് സ്ലീപ്പ് എന്ന വേർഡാണ്. സ്ലീപ്പ് എന്ന് പറയുന്നത് കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ? സ്ലീപ്പ് നമുക്ക് എണ്ണാൻ കഴിയുമോ? ഇല്ല, അൺകൗണ്ടബിൾ ആണ്. അപ്പോൾ നമ്മൾ ഏതായിരിക്കും ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. മച്ച്. സിയാൻ ഡിഡിൻറ്റ് ഗെറ്റ് മച്ച് സ്ലീപ്പ് ലാസ്റ്റ് നൈറ്റ്. അപ്പോൾ സ്ലീപ്പ് എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗൺ ആണ്. അപ്പോൾ അൺകൗണ്ടബിൾ നൗണിലൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് മച്ചാണ് കേട്ടോ. മച്ച്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. സിയാൻ ഡിഡിൻറ്റ് ഗെറ്റ് മച്ച് സ്ലീപ്പ് ലാസ്റ്റ് നൈറ്റ്. അടുത്ത ചോദ്യം നോക്കാം. ദ വേർഡ് നിയറസ്റ്റ് ഇൻ മീനിങ് ഓഫ് സ്നിയർ. സ്നിയറിൻ്റെ സിനോണിമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് സ്മൈൽ, ഗ്ലെയർ, കണ്ടംപ്റ്റ്, സ്മെല്ല്. ഏതായിരിക്കും ആൻസർ? സ്നിയറിൻ്റെ സിനോണിം കണ്ടംപ്റ്റ് ആണ് കേട്ടോ. കണ്ടംപ്റ്റ്. അപ്പോൾ സ്നിയറിൻ്റെ അർത്ഥം പുച്ഛിക്കുക, പരിഹസിക്കുക എന്നൊക്കെയാണ് കേട്ടോ. പുച്ഛിക്കുക അല്ലെങ്കിൽ പരിഹസിക്കുക എന്നൊക്കെയാണ് സ്നിയറിൻ്റെ അർത്ഥം. അപ്പോൾ അതിൻ്റെ സെയിം മീനിങ് വരുന്നത് കണ്ടംപ്റ്റ് ആണ്. കണ്ടംപ്റ്റ്. സ്മൈൽ അറിയാമല്ലോ, ചിരിക്കുക. ഗ്ലെയർ, സ്മെല്ല്, ബാക്കിയൊക്കെ 3 വേർഡും സിമ്പിളാണ്. അപ്പം സ്നിയർ, പുച്ഛിക്കുക, പരിഹസിക്കുക എന്നൊക്കെയാണ് മീനിങ്. അതിൻ്റെ സെയിം മീനിങ് വരുന്നത് കണ്ടംപ്റ്റ് ആണ്. അടുത്ത ചോദ്യം, മിസ്റ്റർ ഡാനി ഈസ് ഡാഷ് യൂറോപ്യൻ. അപ്പോൾ ആർട്ടിക്കിൾ അല്ലേ. ഓപ്ഷൻസ് എ ആൻഡ് ദ ഫ്രം. ആർട്ടിക്കിളാണ് ഇവിടെ എഴുതേണ്ടത്. മിസ്റ്റർ ഡാനി ഈസ് ഡാഷ് യൂറോപ്യൻ. ഇപ്പോൾ ഒരുപാട് തവണ ഈ ചോദിച്ചിട്ടുള്ളതാണ്. ഈ യൂറോപ്യൻ എന്ന വേർഡിന് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പെട്ടെന്ന് ചാടിക്കയറി ഇവിടെ ആനെന്ന് എഴുതാൻ സാധ്യതയുണ്ട് അല്ലേ. നമ്മൾ കൊച്ചിലേക്ക് പഠിച്ചിട്ടുള്ളത് വവ്വൽസ് വരുന്ന എല്ലാം വവ്വൽസ് ലെറ്റേഴ്സ്, അതായത് AEIOU വരുന്നതിൻ്റെ മുമ്പിലെല്ലാം നമ്മൾ ആൻ യൂസ് ചെയ്യുന്നതാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അല്ല. ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൗണ്ടാണ് നോക്കുന്നത്. കൺസോണൻ്റ് സൗണ്ടാണോ വവ്വൽ സൗണ്ടാണോ എന്നാണ് നോക്കുന്നത്. വവ്വൽ സൗണ്ടിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ആനാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്കറിയാം ആണ്. ആണെന്ന് വിചാരിച്ച് ആൻ ചാടി കയറി എഴുതരുത്. അപ്പോൾ നമ്മളിവിടെ ആ പ്രൊനൗൺസിയേഷൻ നോക്കണം. യൂറോപ്യൻ എന്നാണ് വരുന്നത് അല്ലേ. യായാണ് പറഞ്ഞത്. യൂറോപ്യൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് വവൽ സൗണ്ട് ആണോ? അല്ല, കൺസോണൻ്റ് സൗണ്ടാണ്. അപ്പോൾ കൺസോണൻ്റ് സൗണ്ട് ആകുമ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ആണ് ആൻസർ. എ ആണ് ആൻസർ കേട്ടോ. മിസ്റ്റർ ഡാനി ഈസ് എ യൂറോപ്യൻ എന്നാണ് വരുന്നത്. നമ്മൾ ഒരിക്കലും വവ്വൽ ലെറ്റേഴ്സിനെ അല്ല നോക്കേണ്ടത്, സൗണ്ടാണ്. ലെറ്റേഴ്സ് അല്ല, സൗണ്ടാണ് നോക്കേണ്ടത്. വവ്വൽ സൗണ്ടാണോ കൺസോണൻ്റ് സൗണ്ടാണോ എന്ന് വേണം നോക്കാൻ. യൂറോപ്യൻ എന്ന് പറയുമ്പം യു ആണ് പറഞ്ഞത്. യാ എന്ന് പറയുന്നത് നമുക്കറിയാം കൺസോണൻ്റ് സൗണ്ടാണ്. യൂറോപ്യൻ കൺസോണൻ്റ് സൗണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ എ ആണ്. എ. മിസ്റ്റർ ഡാനി ഈസ് എ യൂറോപ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, Sue has been saving her money dash many years. Sue has been saving her money dash many years. ഓപ്ഷൻസ് സിൻസ്, ഇന്ന്, എബൌട്ട്, ഫോർ. അപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കീവേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെനി ഇയേഴ്സ് എന്നുള്ള ഈ കീവേഡാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
സ്യൂ ഹാസ് ബീൻ സേവിങ് ഹർ മണി ഡാഷ് മെനി ഇയേഴ്സ്. അപ്പോൾ ഈ മെനി ഇയേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പീരീഡ് ഓഫ് ടൈമാണല്ലേ, ഒരു പീരീഡ് ഓഫ് ടൈമാണ്. കൃത്യമായിട്ടൊരു ടൈം പറയുന്നില്ല, ഒരു പീരീഡ് ഓഫ് ടൈമാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ പീരീഡ് ഓഫ് ടൈം വരുമ്പോൾ നമ്മൾ അതിന് മുമ്പിൽ യൂസ് ചെയ്യുന്നത് എന്താണ്? 4 ആണല്ലേ. ഓപ്ഷൻ ഡി ആണ് ആൻസർ, 4. സിൻസ് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? സിൻസ് നമ്മൾ യൂസ് ചെയ്യുന്നപ്പോഴാണ് ഒരു പോയിൻ്റ് ഓഫ് ടൈം പറയുമ്പോഴാണ്. അതായത് സിൻസ് 1998 അല്ലെങ്കിൽ സിൻസ് മോർണിംഗ് അല്ലെങ്കിൽ സിൻസ് മൺഡേ അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് നമ്മൾ സിൻസ് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു പോയിൻ്റ് ഓഫ് ടൈം, കൃത്യമായിട്ടൊരു ടൈം, ഒരു പോയിൻ്റ് പറയുന്നുണ്ട്, ഒരു ടൈമിൻ്റെ ഒരു പോയിൻ്റ് ഓഫ് ടൈം പറയുന്നുണ്ട്. സിൻസ് മോർണിംഗ് അല്ലെങ്കിൽ സിൻസ് 2000 എന്നൊക്കെ പറയുമ്പോൾ 2000 മുതൽ, അല്ലെങ്കിൽ രാവിലെ മുതൽ, അല്ലെങ്കിൽ തിങ്കളാഴ്ച മുതൽ. ഇപ്പോൾ ഒരു പോയിൻ്റ് ഓഫ് ടൈം അവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? അങ്ങനെ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് പോയിൻ്റ് ഓഫ് ടൈം വരുമ്പോഴാണ് സിൻസ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ പോയിൻ്റ് ഓഫ് ടൈം പറയുന്നുണ്ടോ? ഇല്ല. സ്യൂ ഹാസ് ബീൻ സേവിങ് ഹർ മണി ഡാഷ് മെനി ഇയേഴ്സ്. മെനി ഇയേഴ്സ് എന്ന് പറയുമ്പം അതൊരു പീരീഡ് ഓഫ് ടൈമാണ്, അതൊരു പോയിൻ്റ് ഓഫ് ടൈം അല്ല, അതൊരു പീരീഡാണ് പറയുന്നത്. മെനി ഇയേഴ്സ്, വളരെ വർഷക്കാലമായിട്ട്, ഒരുപാട് വർഷമായിട്ട്, അങ്ങനെയൊക്കെയല്ലേ മീനിങ് വരുന്നത്. അപ്പം അതൊരു പീരീഡ് ഓഫ് ടൈമാണ്. ഇപ്പോൾ പീരീഡ് ഓഫ് ടൈമിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് 4 ആണ് കേട്ടോ, 4 ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പോൾ ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, മുൻ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ആലീസ് ഡാഷ് അലൻ വെൻറ്റ് ടു ദ ഓഫീസ്. ഡാഷ് ആലീസ് ഡാഷ് അലൻ വെൻറ്റ് ടു ദ ഓഫീസ്. ഓപ്ഷൻസ് സോ ദാറ്റ്, നൈദർ നോർ, വെദർ ഓർ നൺ ഓഫ് ദ എബോവ്. ഇതിലേതായിരിക്കും വരാൻ സാധ്യതയുള്ളത്? ഓപ്ഷൻ ബി ആണ് കേട്ടോ, നൈദർ നോർ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഓപ്ഷനിൽ നിന്ന് നമുക്ക് ക്യാൻസൽ ചെയ്യാം. കാരണം ഡാഷ് ആലീസ് ഡാഷ് അലൻ വെൻറ്റ് ടു ദ ഓഫീസ്, അപ്പം വെദർ ഓറും വരത്തില്ല എന്ന് നമുക്ക് മനസ്സിലായി. എന്തുകൊണ്ട്? വെദർ ഓർ വരണമെങ്കിൽ അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് വരണമായിരുന്നു, അത് വന്നിട്ടില്ല. അപ്പോൾ നമുക്കറിയാം വെദർ ഓർ അല്ലെന്ന്. പിന്നീട് സോ ദാറ്റ് നോക്കാം. സോ ദാറ്റ് നോക്കുമ്പം നമുക്ക് ഒരു മീനിങ് കറക്റ്റ് കിട്ടുന്നുണ്ടോ? സോ നമുക്കവിടെ സോ ദാറ്റ് ചേർത്ത് നോക്കി ഒന്ന് ചേർത്ത് നോക്കാം. സോ ആലീസ് ദാറ്റ് അലൻ വെൻറ്റ് ടു ദ ഓഫീസ്, മീനിങ് കറക്റ്റാണോ? അല്ല. അടുത്തത് നൈദർ നോർ നോക്കാം. നൈദർ ആലീസ് നോർ അലൻ വെൻറ്റ് ടു ദ ഓഫീസ്, അപ്പോൾ അത് കറക്റ്റാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ആലീസും അലനും ഓഫീസിൽ പോയില്ല എന്നുള്ള മീനിങ് ആണ് വരുന്നത്. നൈദർ ആലീസ് നോർ അലൻ വെൻറ്റ് ടു ദ ഓഫീസ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഇത് മുൻവർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഇനിയും മുൻവർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസും അതുപോലെ മോഡൽ ക്വസ്റ്റ്യൻസും നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഓരോ പോയിൻറ്റും റൂളും പറയുന്ന റൂൾസൊക്കെ എഴുതിയെടുത്ത് തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.